ആഗസ്റ്റ് 15 അമ്മയുടെ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് മെമ്പർമാരടക്കം 8 വനിതകളാണ് ഈ ചരിത്രത്തിലായതുമായി ഇടം പിടിച്ചത്. അപ്പോൾ ഇനി അമ്മയുടെ സംഘടനയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് കുറേ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഇവർ പറയുമ്പോൾ പോലും അത് നടപ്പിലാക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രത്യേകിച്ച് നടിമാരെ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യവും ഒരു ഡിസിഷനും ഇവർക്ക് എടുക്കാൻ പറ്റില്ല. ഇവർ ശരിക്കും റബ്ബർ സ്റ്റാമ്പുകളാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടൽ കാണാൻ പോകുമ്പോൾ അതൊരു സൗന്ദര്യമുണ്ട് കടലിന്. തിരമാലകൾ ഇങ്ങനെ വരുന്നു. തിരമാലകളെ കരയ്ക്കടിക്കുമ്പോൾ ചിലർ ഭയന്നോടുന്നു, ചിലർ കാല് നനയ്ക്കുന്നു, ചിലർ മുങ്ങിക്കുളിക്കുന്നു. പക്ഷേ ആ കടൽ കോപിച്ചാലുണ്ടാവുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. കടൽ തീരങ്ങളിൽ താമസിക്കുന്ന എത്രയോ കെട്ടിടങ്ങളും വീടുകളും എല്ലാം തകർത്ത് തരിപ്പണമാക്കി കൊണ്ടുപോയിട്ടുണ്ടല്ലേ. ശരിക്കും സംഹാര നടത്തുകയാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിന് തുല്യത പോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ താര സംഘടനയിൽ ഉണ്ടായിരിക്കുന്നത്. താര സംഘടനയിൽ ഇപ്പോൾ വളരെ ചേരി തിരിഞ്ഞുകൊണ്ട് ഒരു മത്സരം നടന്നു. ആ മത്സരം എങ്ങനെയൊക്കെയായിരുന്നു എല്ലാവർക്കും അറിയാം. ആരോപണം, പ്രത്യാരോപണം, കോടതിയിൽ കേസ്, ഇങ്ങനെ നിറയെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളാണ് ഇത്തവണ അധികാര സ്ഥാനത്ത് വരേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ശ്വേതാ മേനോൻ. അപ്പോൾ അന്ന് തന്നെ ഒരു തീരുമാനമായിരുന്നു ശ്വേതാ മേനോൻ പ്രസിഡന്റായി വരട്ടെ എന്നുള്ളത്. അങ്ങനെ ഏകകണ്ഠമായൊരു തീരുമാനം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് മോഹൻലാൽ അടക്കം രാജിവെച്ചത് പോയത്. പിന്നെ ശ്വേതാ മേനോനെ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നുള്ളതാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഇതിൻ്റെ എല്ലാം ഗണിച്ചിരുന്ന, കണ്ടിരുന്ന, ചർച്ച ചെയ്യപ്പെട്ടിരുന്ന, എല്ലാവരും കണ്ടിരുന്ന ഒരാൾ, അനേകം മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ ദേവനും ഉണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ട് ഈ ടീം വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. വരില്ല എന്നൊരു വിഭാഗം പറഞ്ഞിരുന്നു. കാരണം ഇവിടെ ഒരു വീഡിയോ അവർ ഷൂട്ട് ചെയ്ത് മെമ്മറി കാർഡ് ഒരു സാധനം അവരുടെ കയ്യിലുണ്ട്. അത് ദുരുദ്ദേശപരമായിട്ടാണ് എന്ന് ഒരു വിഭാഗം സ്ത്രീകൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ദുരുദ്ദേശപരമായില്ലായിരുന്നെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരുടെ മുന്നിൽ പറയുമായിരുന്നു. അത് പറയാതെ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഷൂട്ട് ചെയ്ത് വെച്ചത്. അത് ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ഇവിടെ നമ്മൾ 7-8 വർഷം മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിലുണ്ട്. ഈ നടി കേസ് തുടങ്ങിയപ്പോഴാണ് ഈ സംഘടനയിൽ ഉശിരോടെ പ്രവർത്തിച്ചിരുന്ന നായിക നടിമാരടക്കം ഈ സംഘടന പുറത്തു പോകേണ്ടി വന്നത്. കാരണം എന്താ, അവരെല്ലാം ഈ നടിക്ക് വേണ്ടി വാദിച്ചു. നടിക്ക് വേണ്ടി അങ്ങനെ ഒരു ശബ്ദം അമ്മയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ WCC ഉണ്ടാക്കിയത്. WCC ഉണ്ടാക്കിയ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ ഉറച്ച ശബ്ദമുണ്ടായിരുന്നു. ആ ശബ്ദം ഈ സംഘടനയെ ബാധിച്ചിട്ട് 2-3 കഷ്ണമൊക്കെ ആയിട്ടുണ്ട്. അത് വേറെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്, സംഘടന ദോഷപരമായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായ സ്ഥിതി എന്താ, അന്നും അവിടെ അവശേഷിച്ചിരുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നടികൾ അന്ന് ആ നടിക്ക് എതിരായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, ഇല്ലേ? ജയിലിൽ നിന്നിറങ്ങിയ ദിലീപിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച ആൾക്കാരുണ്ട്, ദിലീപിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ ആർട്ടിസ്റ്റാണെങ്കിൽ അവരായിക്കോട്ടെ, ഇതൊന്നും നമുക്കെതിരുള്ള കാര്യമല്ല. പക്ഷേ സംഘടനാ രീതിയിലുള്ളപ്പോൾ ആ നടി കൂടി മെമ്പറായ സംഘടനയിൽ നടി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടെ ഭൂരിഭാഗം സ്ത്രീകളും ഈ ആക്രമിക്കപ്പെട്ടവൻ്റെ ഭാഗത്ത് നിന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിപ്പോൾ വളരെ ക്ലിയറായിട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ച് പേര് രാജിവെക്കേണ്ടി വന്നത്. രാജിവെച്ചവരെ തിരിച്ചെടുക്കുമോ എന്ന ചോദ്യം അന്നുണ്ടായി. അന്ന് മോഹൻലാൽ പറഞ്ഞു രാജിവെച്ചവരെ തിരിച്ചിട്ട് വ്യക്തിപരമായിട്ട് ഞാനെതിരൊന്നുമില്ല, പക്ഷേ അവരുടെ അപേക്ഷ തന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനിക്കുന്നു, വേണ്ട എന്നാണെങ്കിൽ വേണ്ട, വേണമെന്നാണെങ്കിൽ വേണം
ഇങ്ങനെയാണ് ലാല് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, അവർ തിരിച്ചെടുത്തിട്ടില്ല. കാരണം എന്താ? അവരെ തിരിച്ചെടുക്കില്ല എന്ന് വേണ്ട എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ് ഇനി വന്നാലും ശരിയാവുമോ? കാരണം ആരോപണ വിധേയർ ഇവിടെ മത്സരിക്കാൻ പാടില്ല എന്ന് അവസാന തീരുമാനം എടുത്തപ്പോൾ ഇവിടെ ഇനി പുതിയ കമ്മിറ്റിക്ക് മുമ്പിൽ വരാനുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങൾ എന്താ? ആരോപണ വിധേയർ മാറി നിന്നു. ബാബുരാജ് അടക്കമുള്ളവർ മാറി നിന്നുകൊണ്ടാണ് കുക്കു അടക്കമുള്ളവർ ജയിച്ചു വന്നത്. അപ്പോൾ ഇവരിവിടെ തീരുമാനമെടുത്ത പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്വേതാമേനെതിരായിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അത് പ്രശ്നമായി കോടതിയിൽ പോയി. അതിൻ്റെ അന്വേഷണം സത്യസന്ധമായി വേണം. രണ്ടാമത്, നമ്മുടെ ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെ. ഈ കുക്കു പരമേശ്വരൻ്റെ നേതൃത്വത്തിലൊരു സംഘടന വെച്ചാൽ ഈ വനിത, അതുപോലെ മോഹൻലാൽ അടക്കമുള്ള പറഞ്ഞിട്ടുള്ളതാണ്. അവർ അകത്ത് വന്നിട്ട് നടികളെ കൊണ്ടുപോയി അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ വിഷമതകളും എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. അതെവിടെ എന്ന് അത് ഹാജരാക്കേണ്ടിയിരിക്കുന്നു. അത് ഹാജരാക്കിയില്ലെങ്കിൽ പ്രശ്നമാണത്. അത് അന്വേഷണം വരുമ്പോൾ ഇത്രയും നൂലാമാലകളുണ്ട്. മറ്റൊന്ന്, ഈ GST 10 കോടി രൂപ അടയ്ക്കേണ്ട ഒരു പ്രശ്നം വന്നിരിക്കുന്നു. അതിനിടയിൽ ഏറ്റവും ലേറ്റസ്റ്റായ വേറെ കാര്യം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ സംഘടനയ്ക്ക് കിട്ടേണ്ടിയിരുന്ന 3 കോടി രൂപ, എല്ലാ വർഷവും 3 കോടി രൂപ മനോരമയുടെ പരിപാടിക്ക് ഈ സംഘടനയ്ക്ക് കിട്ടുന്നതായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് ഒപ്പിട്ട് കൊടുക്കാൻ പോലും ആളുണ്ടായില്ല. അതേ സ്ഥാനത്ത് ഇന്നലെ നടന്ന പരിപാടി എന്ന് പറയുമ്പോൾ ഇന്നലെ 17-ാം തീയതിയാണ് അല്ലേ? അപ്പോൾ 15-ാം തീയതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സ്വാഭാവികം വേണമായിരുന്നെങ്കിൽ ഇതിനൊരു അതോറിറ്റി, പ്രസിഡന്റോ സെക്രട്ടറിയോ അധികാര കേന്ദ്ര ആളെങ്കിലും വരും, ഒപ്പിട്ട് കൊടുക്കാമായിരുന്നു. പകരം ഓരോരോ നടന്മാർ അടക്കമുള്ളവർ തനിച്ച് പോയി വലിയ എമൗണ്ട് വാങ്ങി ആ ഫംഗ്ഷനിൽ പോയി. അപ്പം അതിനെതിരെ ചോദ്യം ചെയ്യാൻ ചിലർക്ക് താല്പര്യമുണ്ടെങ്കിലും അത് വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ആദ്യം കയറി ശ്വേതാമേനോൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും, പുറത്തു പോയവരെ ഒരുമിച്ച് കൊണ്ടുവരും എന്ന് വളരെ ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമായിട്ട് മീറ്റിംഗ് കൂടിയപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അവിടെ ജഗദീഷ് അടക്കമുള്ളവർ പൊട്ടിത്തെറിച്ചു. അത് അന്വേഷണം വേണം, ഈ സത്യസന്ധമായ അന്വേഷണം വേണം. അതിൻ്റെ പേര് ചേരി തിരിവുണ്ടായി. അണിയറയിൽ കേൾക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചർച്ചയും ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഭൂരിപക്ഷം കമ്മിറ്റി ആരാണ് അവിടെ ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അടക്കമുള്ള ആൾക്കാർ ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാർ മാത്രമാണ് എല്ലാവരും എന്നുള്ള അയക്കണം. അവിടെ വിമത ശബ്ദത്തിൽപ്പെട്ട ഉണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോൾ ജോയ് മാത്യു അടക്കമുള്ളവർ മാത്രമേ വിമത പറയാനുള്ള കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇല്ലാതാവും. മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ശ്വേതാമേനോൻ ഇത്രയും മോശമായ രീതിയിൽ ചിത്രീകരിച്ച് ചാനലുകളെല്ലാം വന്ന് സെൻറ്റിമെൻറ്റ്സ് അടക്കമുള്ള പലതും കിട്ടിക്കഴിഞ്ഞപ്പോൾ ശ്വേതാമേനോൻ ആ മാധ്യമ പ്രവർത്തനെതിരെ കേസ് കൊടുത്തില്ലെങ്കിൽ ഇത് അവരുടെ ഒരു നാടകമായിരുന്നു, സെൻറ്റിമെൻറ്റ്സ് കിട്ടാനുള്ള നാടകമായിരുന്നു എന്നുള്ള പ്രതികരണം വന്നു കഴിഞ്ഞു. ആകെ പ്രശ്നത്തിലാണ്. അതിനിടയിൽ ഈ മെമ്പറായിരുന്ന ഭാവനയെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭാവന പറഞ്ഞു, ഞാൻ മെമ്പർ പോലും അല്ല, പിന്നെ എങ്ങനെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമാണോ? ഇവിടെ അധികാരത്തിൽ കയറിയപ്പോൾ ഈ ഒരു നടി പറഞ്ഞത്, ഇവിടെ ഇന്ത്യയിലെ നല്ല നടികളിൽ ഒരാളാണ് ഉർവശി. ആ ഉർവശിയുടെ പടം കണ്ടവർക്കറിയാം ഉർവശിയുടെ കഴിവ്. ഉർവശിയുടെ എത്രയോ ഹിറ്റ് സിനിമയുണ്ട്. അതുപോലെ മഞ്ജു വാര്യർ, ഇവരുടെ പടങ്ങളൊക്കെ പരാജയപ്പെടുന്നു എന്നാണ് ബോംബ് പൊട്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ വരാനിരിക്കുന്ന അനുകൂല സംഘടനയുടെ അല്ല, വരാനിരിക്കുന്ന കാർമേഘത്തിൻ്റെയും പൊട്ടിത്തെറിയുടെ ഒക്കെ ലക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ ഇവരാരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞാലും നടികളെ തിരിച്ചെടുക്കില്ല എന്ന് ഉറപ്പാണ്. ആ നടികൾ തിരികെ വന്നു കഴിഞ്ഞാൽ ഇവർ ഡിമാൻഡ് വയ്ക്കും, WCC ആദ്യം പിരിച്ചുവിടണം. ആ WCC പിരിച്ചുവിട്ടതിന് ശേഷം മാത്രമേ അമ്മയിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ WCC അവരെന്തായാലും തിരിച്ചുവിടില്ല. കാരണം അവർ ഒറ്റപ്പെട്ട ശബ്ദമാണ്, ആരോടും ചോദിക്കാനില്ല. അവർ WCC ആണ് ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജയിച്ചു വന്ന പലർക്കും സ്ത്രീ എന്ന മുൻഗണന കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും WCC പിരിച്ചുവിടില്ല. WCC പിരിച്ചുവിട്ടാൽ തന്നെ ഈ പോയ എല്ലാവർക്കും അവർ അംഗത്വം കൊടുക്കണമെന്നില്ല. അപ്പോൾ അതൊരു പാഴ്വേലയാണ്. നമ്മളും കേൾക്കും, മറ്റുള്ളവർ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അറിഞ്ഞിടത്തോളം, ഇന്നലെ വൈകുന്നേരം അറിഞ്ഞിടത്തോളം ഈ കമ്മിറ്റി 3 വർഷം തികയ്ക്കയില്ല എന്നുള്ളതാണ് സത്യം.